ഇന്നത്തെ കാലത്ത് ഓൺലൈൻ മീഡിയയിൽ ഇരിക്കുന്ന മിക്ക ആൾക്കാരും പ്രശസ്തരാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിയും ഒരുപാട് കണ്ടന്റ് ഇട്ടുമൊക്കെ ഒരുപാട് ആൾക്കാർ പ്രശസ്തരാകുന്നുണ്ട്. അക്കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കുപ്രസിദ്ധി നേടിയ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ആറാട്ടണ എന്ന ഓൺലൈൻ വിളിപ്പേരുള്ള സന്തോഷ് വർക്കി. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാർത്ത കേട്ടായിരുന്നോ? പിന്നെ അതായത് ഒരു സ്ത്രീകളെ വളരെ മോശമായിട്ട്, അത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. കാരണം വളരെ മോശമായിട്ടൊരു പേര് പറഞ്ഞു, അതായത് എല്ലാ സ്ത്രീകളും പുള്ളി അങ്ങ് അടച്ചാക്ഷേപിച്ചു. ഈ പണിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഊഹിച്ചോളൂ. നമ്മളത് പറയുന്നില്ല, നമ്മളത് പറയാൻ പാടില്ല അല്ലേ? സ്ത്രീ എന്നല്ല നമ്മളത് പറയാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂട്ടത്തോടെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. പോലീസ് ഉഠാനടി നടപടി അങ്ങ് എടുത്തു. അദ്ദേഹം ഇപ്പം ജയിലിലാണെന്ന് തോന്നുന്നു. അത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആറാട്ടണ്ണൻ ആറാടിക്കൊണ്ടിരിക്കുന്നത്. 6 നീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പുള്ളി. ഇനി എന്ത് ചെയ്യുമോ എന്തോ. കാരണം പുള്ളിക്ക് പൗർണമി, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ന്യൂസ് ചാനൽ വർക്ക് ചെയ്ത സമയത്ത് പുള്ളിക്കെതിരെ ഒരു പരാതി ഞാൻ ഡയറക്റ്റ് കണ്ട ഒരാളാണ്. അത് അലിഗേഷൻ ആയിരിക്കാം, പക്ഷെ ആ വ്യക്തി, ആ ഇരയായിട്ടുള്ള വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. അവർക്കെതിരെ ഒരു ലൈംഗിക അതിക്രമണത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങേരും ഉണ്ടായിരുന്നു എന്ന ഒരു പരാതി. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പോലീസിന് മാത്രമേ അറിയത്തുള്ളൂ. എനിവേ അങ്ങനെ ഒരു അലിഗേഷൻ വന്നു. അത് കൂടാതെ ഇദ്ദേഹത്തിന് സ്ഥിരം പരിപാടികളാണ്. സുന്ദരികളായിട്ടുള്ള നടിമാരെ കാണുമ്പോൾ പുള്ളിക്ക് ഒന്നെങ്കിൽ ലിപ് ലോക്ക് അടിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം. എന്തിന്? നമ്മുടെ രേണുസുതിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. പുള്ളിയവരെ കെട്ടാന്ന് പറഞ്ഞു. എലിസബത്ത് ഉദയനെ, എലിസബത്ത് ഉദയനൊക്കെ ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. കുറെ കാലം പാവപ്പെട്ട നമ്മുടെ നിത്യ മേനോന്റെ പുറകിലും പിന്നെ വേറെ ആരുടെയൊക്കെ പുറകിലൊക്കെ നടന്നായിരുന്നു. അവരൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞ് അവസാനം ഐശ്വര്യലക്ഷ്മിയുടെ പുറകിലൊക്കെ നടന്നായിരുന്നു. അവസാനം പിന്നെ പുള്ളി ഒരുമാതിരി വൾഗാരിറ്റിയിലേക്ക് കടന്നു. നമ്മുടെ ഹണി റോസിനൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് അവളുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ കാണിച്ച് നടക്കുന്നു. പിന്നീട് പുള്ളി അതിനെ റിഗ്രറ്റ് ചെയ്തു. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ ഈ കട്ടിങ്ങുകൾ, പുള്ളി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കട്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അതായത് പുള്ളിയുടെ വീഡിയോയ്ക്കകത്തിരുന്ന് പുള്ളിയുടെ ചാനലിരുന്ന് പുള്ളി ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ പറയുമ്പോൾ പുള്ളിയുടെ കട്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് 10 ലക്ഷം വ്യൂസാണ്, അല്ലെങ്കിൽ 5 ലക്ഷം വ്യൂസാണ്. പുള്ളി എന്താണത്? പുള്ളിയോട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്കിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പം എന്തായാലും സമാധാനമായല്ലോ. ഇയാളെയൊക്കെ ശരിക്കും ഇവരൊക്കെ നമ്മൾ ഒരിക്കൽ ടാഗ് ലൈൻ ചെയ്തിട്ടുണ്ട് പൗർണമി, ഇവർ സാമൂഹ്യ വിപത്താണെന്ന്. പൗർണമി ഇതിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ഇദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു എന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ പറയുന്ന ആളെ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പേര് പോലും വന്നത് എങ്ങനെയാണ്? സ്ഥിരമായിട്ട് തിയേറ്ററിന് മുന്നിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക, റിവ്യൂസ് ചോദിക്കുക, അല്ലെങ്കിൽ റിവ്യൂസ് പറയുക. പിന്നെ ഒരു നിലവാരമില്ലാത്ത കമൻസ് ആണ്, അല്ലെങ്കിൽ യാതൊരു ആവശ്യവും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിപത്താണെന്ന് മനസ്സിലായപ്പോൾ ആളുകൾ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള റിവ്യൂവേഴ്സ് തന്നെ അല്ലെങ്കിൽ ചോദിക്കുന്നില്ല, കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്ത സിറ്റുവേഷനിലേക്ക് മാറി. പക്ഷെ അപ്പോൾ പോലും എവിടെയെങ്കിലും ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നുഴഞ്ഞു കയറി എൻ്റെ സൈഡിലൂടെ നിന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ന രീതിയിൽ. പക്ഷെ അപ്പോഴും പുള്ളിക്ക് അതൊന്നൊരു വിഷയമായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്തത് കൊണ്ടും വേറെയുള്ള രീതിയിലുള്ള ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാത്തത് കൊണ്ടും അത് കുഴപ്പമില്ലാതായി. പക്ഷേ പിന്നീടാണ് ഈ പറയുന്ന പോലുള്ള അലിഗേഷൻസ് വരുന്നതും പിന്നെയും കോർണർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത്, പോലീസുകാർ ഇടപെടുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ശാരിക മുൻപ് പറഞ്ഞ പോലെ ഇത്രയും അധികം സ്ത്രീകൾ, നടികളെന്ന് പറയുന്നില്ല, ഇത്രയും അധികം സ്ത്രീകൾ ഒരു വ്യക്തിക്കെതിരെ നടികൾ തന്നെ, നടികളും സ്ത്രീകളാണല്ലോ. സ്ത്രീകൾ ഇത്രയും അധികം ഒരുമിച്ച് പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എത്രത്തോളം അതിൻ്റെ സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിക്ക് ഇതിൻ്റെ എന്താവശ്യമാണ് ശരിക്കും ഉള്ളത്? ശാരിക, എന്താവശ്യമാണ് അതിലുള്ളത്? അത് ആറാട്ടണ്ണനോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ആളാണ്, എന്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഇതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ JRF ഒക്കെ എഴുതിയെടുത്താന്ന് പറയുന്നു, നിങ്ങൾ PhD സ്റ്റുഡൻ്റ് ആണ്, ഏതാണ്ട് മാസം പൈസ കിട്ടുന്ന ഒരാളാണ്, PhD ചെയ്യുന്ന തീസിസ് ചെയ്യുന്നതിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് മേടിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൈൻഡ് സെറ്റ്? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ, അത് ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞാൽ സന്തോഷ് വർക്കി എന്നുള്ള ഒഫീഷ്യൽ നെയിമിലുള്ള പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ വളരെ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള, വളരെ സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും ലെക്ചറേഴ്സും ഒക്കെ ഉള്ള ഒരു ഫാമിലിയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം നാട്ടിൽ സെറ്റിൽ, ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കാനഡയിലും അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഒക്കെയാണ്. സോ സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിളിപോയ രീതിയിൽ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രശസ്തനാകണം. അദ്ദേഹത്തിന് പ്രശസ്തനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കളുടെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഇൻ്റർവ്യൂ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. വളരെ ഇംഗ്ലീഷിലുള്ള സയൻസിനെ കുറിച്ചും അസ്ട്രോഫിസിക്സിനെ കുറിച്ചോ, നമുക്ക് തന്നെ അത് അറിഞ്ഞുകൂടെ പറയാനായിട്ട്, എയറോനോട്ടിക്സിനെ കുറിച്ചോ, എയറോ സയൻസിനെ കുറിച്ചോ, എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി, വളരെ തന്മയത്വത്തോടു കൂടി സംസാരിക്കുന്ന ഒരു സന്തോഷ് വർക്കിയെ നമുക്ക് അതിനകത്ത് കാണാം. ഒരു നല്ല അവതാരികയും കൂടെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്നത്.
അപ്പോൾ അവർ തന്നെ ഞെട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മറുപടികൾ ഓരോന്നും കേട്ടിട്ട്. അപ്പോൾ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെ തരം താഴാൻ സാധിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി. അപ്പം ചോദിക്കുന്നതിന് പോലെ എനിക്ക് ശരിക്കും ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ആരും അതിനത് കാണും, അതാരും കാണുന്നില്ല, മറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നു. അത് ശരിയാണ്. ഒരു പക്ഷേ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളായിരിക്കാം അദ്ദേഹത്തെ ഇങ്ങനെ വളർത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കുറേയധികം ആൾക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും തുടക്കകാലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന കോമാളിത്തരങ്ങൾ പറഞ്ഞിരുന്ന കാലത്തിൽ ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പുറകെ നിന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന വനിതാ വിനീത തിയേറ്ററിലാണ് കൂടുതലും പടങ്ങൾ റിലീസ് ചെയ്യുക. അപ്പോൾ അവിടെ കാണും ആറാട്ടാണ് ഫസ്റ്റ് ഷോ. അപ്പൊ ഈ പറയുന്ന ഓൺലൈൻ മീഡിയകളെല്ലാം അദ്ദേഹത്തെ ഈച്ച പൊതിയുന്ന പോലെ ഉണ്ടോ എന്ന് തന്നെ നോക്കിയിട്ടും അങ്ങനെ നമ്മൾ വളർത്തിവിട്ട ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങ് അതൊരു വളവായി മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശാരിക ഈ പറയുന്ന പോലെ പ്രസിദ്ധിയുമുണ്ട് കുപ്രസിദ്ധിയുമുണ്ട്. പ്രസിദ്ധി നേടാനാണ് നല്ല വഴികളിലൂടെ പോകേണ്ടത്. കുപ്രസിദ്ധി നേടാൻ എന്ത് വേണേലും ചെയ്യാം. അപ്പം ഈ പറഞ്ഞ പോലെ എങ്ങനെയും ഒക്കെ ഒന്ന് പ്രസിദ്ധമായാൽ മതി, 10 ആളുകൾ അറിഞ്ഞാൽ മതിയെങ്കിൽ എങ്ങനെ വേണേലും ആവാമല്ലോ. പക്ഷേ പുള്ളിയുടെ ഉദ്ദേശം സക്സസ്ഫുൾ ആണ്, എല്ലാവരും അറിഞ്ഞു. ഇപ്പം നമ്മളടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം ഈ പറയുന്ന ആളെ പറ്റി തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഒരു വാർത്തയായിരിക്കുന്നത്. ഇപ്പോൾ ഈ നടിമാരുടെ പരാതി, ആ പരാതിയെ തുടർന്നുള്ള അറസ്റ്റ് അല്ലെങ്കിൽ കോടതിയിൽ അതായത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയേക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഹണി റോസ് എപ്പോഴാണോ കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ ആ പരാതി അതേ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലടക്കം കയറേണ്ടി വരും. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാലേ ജാമ്യം ലഭിക്കുകയുള്ളൂ. അപ്പോഴും ആ ഒരു സീരിയസ്നെസ് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇതൊക്കെ ലൈഫിൻ്റെ അതായിരിക്കും പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ എന്നെ 4 ആൾ അറിഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് തന്നെ ആരും പ്രസിദ്ധി വാങ്ങിച്ചു തരണ്ടല്ലോ. ഇതിലൂടെ ഇപ്പൊ മെയിൻ സ്ട്രീമും എന്നെ പറ്റി ചർച്ച ചെയ്തു. പുള്ളിക്ക് ആ ഒരു മൈൻഡ് ആയിരുന്നു. ഈ സന്തോഷ് വർക്കി ഒരു പോസ്റ്റ് ആണ് ഇട്ടിരുന്നത്. അതിനകത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് ഷെയർ ചെയ്തത്. അതിനകത്ത് എല്ലാ നടിമാരും മറ്റേ പണി ചെയ്ത് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് സമർത്ഥിച്ച് ബൈ സന്തോഷ് വർക്കി അല്ലെങ്കിൽ സന്തോഷ് വർക്കി ഓർ ആറാട്ടണ്ണൻ എന്ന് പുള്ളി കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടിമാർക്കായാലും ആർക്കായാലും ചൊറിയും. ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ചാനലിൽ കയറി വന്നിട്ട് പറയാണ് അല്പം ചോരത്തിളപ്പുള്ള അല്പം കുടുംബത്തിൽ പിറന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്ന് പ്രതികരിക്കും അല്ലേ പൗർണമി? തീർച്ചയായിട്ടും പ്രതികരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ആറാട്ടണ്ണൻ പ്രതീക്ഷിച്ചില്ല നടിമാർ ഇങ്ങനെ ഘോരഘോരം വരുന്നത്. കാരണം പുള്ളി സ്ഥിരമായിട്ടിരുന്ന് പറയുന്നതാണ് ഈ പറയുന്ന എനിക്ക് ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന ആളെ ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഇനി ആളുടെ സെക്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ സ്ഥിരം അടിക്കുന്നതായതുകൊണ്ട് പുള്ളി ഇതും തള്ളി അടിച്ചു. പക്ഷെ അടി നല്ല തിരിച്ചടിയായിട്ട് മറ്റേ ബൂമറാങ് പോലെ തിരിച്ച് തലക്കിട്ട് തന്നെ കൊണ്ടു. കാരണം അമ്മയുടെ ഇപ്പോഴത്തെ ഭാരവാഹി മെമ്പറായിട്ടുള്ള എൻസിബയും പിന്നെ വേറെ കുറച്ച് നടിമാരും കൂട്ടത്തോടെയാണ് പരാതി കൊടുത്തിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. സോ ജാമ്യമില്ലാത്ത, പൗർണമി സൂചിപ്പിച്ചതുപോലെ ജാമ്യമില്ലാത്ത കേസാണ്. ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തപ്പോൾ ചുമത്തിയ കേസുകൾ തന്നെയാണ്. അതേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെയാണ് ആറാട്ടണ്ണനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ ആദ്യമൊക്കെ പോലീസ് വാൺ ചെയ്ത് വിട്ടിരുന്നു. പല നടിമാർക്കെതിരെയും പുറകെ നടക്കുന്നു, രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നു, മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ സ്പർശിക്കാനായിട്ട് അവരെ ചെന്ന് പുറകിൽ ചെന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മുട്ടാനായിട്ട് പോവുക. ഇതൊക്കെ അരോചകമായിട്ടുള്ള കാര്യങ്ങൾ. ദേ ആർ സെലിബ്രിറ്റീസ്. പ്രത്യേകിച്ചും സ്ത്രീകൾ, നോർമലായിട്ടുള്ള സ്ത്രീകളെ വെറുതെ വിടാത്ത നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ ആറാട്ടണ്ണൻ ഈ ഒരു കാര്യത്തിൽ പിന്നെ തിയേറ്ററിൽ നിന്ന് തല്ലി പുറത്താക്കി ഒരു സിനിമയുടെ ഈ പറയപ്പെടുന്ന ഷോയ്ക്ക് അന്ന് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പലരും പരാതിപ്പെട്ടിട്ടും പോലീസ് അദ്ദേഹത്തെ ഈ താക്കീത് ചെയ്ത് വിടുക ചെയ്തത്. അതൊന്നും പുള്ളിക്ക് അങ്ങോട്ട് മതിയായില്ല. പുള്ളിക്ക് ഈ പറയുന്ന പോലെ ലൈംഗിക ആരോപണങ്ങൾ വന്നപ്പോഴും പുള്ളി അറസ്റ്റ് ചെയ്തൊന്നുമില്ല. ഈ പറയപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡർ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴും അറസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോൾ കളി മാറിപ്പോയി. കാരണം നമ്മുടെ ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ലൈംഗികമായി അധിക്ഷേപിച്ചെന്നാണ് പരാതി. അതിപ്പം ഈ പറയുന്ന സന്തോഷ് വർക്കിയുടെ മാത്രം പ്രശ്നമല്ല ശാരിക. ശരിക്കും പറഞ്ഞാൽ സന്തോഷ് വർക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രസിദ്ധിയോ നേടി ആളുകൾ അറിയാൻ തുടങ്ങിയ ഒരു വ്യക്തി ആയതുകൊണ്ടും ആ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടും മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത്. പക്ഷേ പൊതുവേ ഉള്ളൊരു ധാരണ, അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇവരുടെ എല്ലാം ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ആരെ പറ്റിയും നമുക്ക് എന്തും പറയാം. അത് ആ ഒരു ബേസിൽ അല്ലെങ്കിൽ അതാണ് ഈ മെയിൻ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് എല്ലാ നടികളും എന്ന് ഉദ്ദേശിച്ചതും. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്താലും ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല, എനിക്ക് ആരെയും എന്തും പറയാം എന്നുള്ള ആ ഒരു ചിന്താഗതി, അതിൽ നിന്നാണ് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാ തരത്തിലും ഉണ്ടാവുന്നത്, എല്ലാ കാലത്തും ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വിരാമം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായേ പറ്റുള്ളൂ. ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു.